സേനാപതി വേണോ തെരഞ്ഞെടുപ്പിന് വേണ്ടി ചെലവഴിക്കുന്ന ഭീമമായ തുക ഇതുകൊണ്ട് ജനങ്ങൾക്ക് ഗുണവും ഇല്ല. അതാണ് ഡോക്ടറുടെ പക്ഷം. ജനങ്ങൾക്ക് ഒരു ഗുണവുമില്ല, അല്ലേ? രാജ്യത്തിന് ഒരു ഗുണവുമില്ല. യെസ്, അതാണ് ഡോക്ടർ ജയരാജൻ്റെ പക്ഷം. അഡ്വക്കേറ്റ് സേനാപതി വേണു, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ സഹസ്ര കോടികളാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. അത് പാവങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു. ആവർത്തിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സർക്കാരിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നത് തടയാൻ ഒറ്റ തെരഞ്ഞെടുപ്പിലൂടെ സാധിക്കും. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ സങ്കീർണതകൾ അത് ഒഴിവാകുന്നു. രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ ഗതിവേഗം കൂട്ടാൻ ഉപകരിക്കുന്നു. രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കൂടുതൽ പങ്കാളിത്തം, ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പിക്കാനും ഒറ്റ തെരഞ്ഞെടുപ്പ് വന്നാൽ സാധ്യമാവും. എന്തുകൊണ്ട് കോൺഗ്രസ് ഇക്കാര്യങ്ങളൊക്കെ വിസ്മരിച്ചുകൊണ്ട് ഈ ഒരു നിർദ്ദേശത്തെ, ഈ ഒരു പരിഷ്കാരത്തെ വിമർശിക്കുന്നു, എതിർക്കുന്നു? ശ്രീ അനിൽ, ഒരു തെരഞ്ഞെടുപ്പ് പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് അത് വർത്തമാനകാല സാഹചര്യത്തിൽ സാധ്യമായ ഒരു കാര്യമല്ല. പിന്നെ ഒരു ഡിബേറ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു അക്കാദമിക് ഇൻട്രസ്റ്റിന് വേണ്ടിയോ നമുക്കൊരു ചർച്ച നടത്താം എന്നുള്ളതാണ്. ഈ ചർച്ചയ്ക്ക് മുന്നോടിയായി എൻ്റെ ബഹുമാന്യായ സ്നേഹിതൻ സാറ് ശ്രീ പത്മനാഭൻ സാറും അങ്ങും സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് ചെലവ്, ജനാധിപത്യ പ്രക്രിയയിൽ തെരഞ്ഞെടുപ്പ് ചെലവ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു അനിവാര്യമായ ഘടകമാണ്. ഞാൻ അങ്ങയോട് ഒരു പഴയ ചരിത്രം ഓർമ്മിപ്പിക്കുകയാണ്. 1951 ഒന്നാം തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഡോക്ടർ സുകുമാർ സെന്നിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ അന്ന് ഇന്ത്യയുടെ കരസേനയുടെ അധിപൻ KM കരിയപ്പയാണ്. അപ്പോൾ കരിയപ്പ അന്ന് നെഹ്റുവിനോട് പറഞ്ഞത്, എന്തിനാ ഇപ്പം നമ്മളൊരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് പോകുന്നത്? രാജ്യം വിഭജനം കഴിഞ്ഞു നിൽക്കുന്നു, അഭയാർത്ഥികളുടെ പ്രഭാവം, ഇതൊന്നും രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല, വലിയ പട്ടിണി നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോയി അതിന്റെ ചെലവ് കൂടി വഹിക്കേണ്ടതുണ്ടോ എന്ന് കരിയപ്പ ചോദിക്കുമ്പോൾ നെഹ്റുവിന്റെ മറുപടി എന്താണെന്നറിയോ? ഒരു രാജ്യം ജനാധിപത്യപരമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ജനഹിതം അതാണ് പരീക്ഷിക്കപ്പെടേണ്ടത്. ആ ജനഹിതത്തിന് തെരഞ്ഞെടുപ്പ് അനിവാര്യമാണ്. ആ ജനഹിതം നടപ്പിലാക്കണമെങ്കിൽ നിഷ്പക്ഷവും നീതിപൂർവമായ ഒരു തെരഞ്ഞെടുപ്പ് വേണം. എന്ന് പറഞ്ഞാൽ രാജ്യം വലിയ പട്ടിണിയിലും കൊടിയ ദാരിദ്ര്യത്തിലും അഭയാർത്ഥി പ്രവാഹത്തിലും വീർപ്പുമുട്ടുന്ന കാലഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രൂപം കൊടുത്ത ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 17 കോടി ആളുകളെ വോട്ടർ പട്ടികയിൽ എൻറോൾ ചെയ്ത് ആദ്യത്തെ വോട്ടർ ശ്യാം ചരൺ നെഗി 1951 ഒക്ടോബർ മാസം 7-ാം തീയതി ഹിമാചൽ പ്രദേശിലെ കുളു മനാലിയിലെ ഏറ്റവും ഉയർന്ന പ്രദേശത്ത് പോയി ആ ഒരാൾക്ക് വോട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ 1-2 ആളുകൾ വോട്ട് ചെയ്യാൻ ബാലറ്റ് പെട്ടിയുമായി ഉദ്യോഗസ്ഥർ പോയ 1951 തെരഞ്ഞെടുപ്പ് മുതൽ തെരഞ്ഞെടുപ്പിന്റെ ചെലവ് ഒരു ജനാധിപത്യ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കതൊരു വിഷയമല്ല. തെരഞ്ഞെടുപ്പിന് ചെലവുണ്ടാകും. തെരഞ്ഞെടുപ്പ് ചെലവ് കുറയ്ക്കാനാണെങ്കിൽ വേണമെങ്കിൽ 5 കൊല്ലത്തെ കാലാവധി നമുക്ക് 10 കൊല്ലമാക്കാമല്ലോ. ഭരണഘടനാ ഭേദഗതിയിലൂടെ ആക്കിയില്ലല്ലോ. രാജ്യം 74, 75, 76 കൊല്ലക്കാലം ഈ ജനാധിപത്യ പ്രക്രിയയിലൂടെ കടന്നുപോകും. ചെലവുകൾ ഉണ്ടായിട്ടുണ്ട്. ആ ചെലവുകളൊക്കെ ഉണ്ടാകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് ജനാധിപത്യത്തിന്റെ ഒരു നെസസറി ഇവിൾ എന്ന് കൂട്ടിയേച്ചാൽ മതി. അതല്ലാതെ അതാണ് ആ കാര്യത്തെക്കുറിച്ച്. 2, രാജ്യത്ത് വിവിധ തെരഞ്ഞെടുപ്പുകൾ. ഇന്നിപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ ജമ്മു ആൻഡ് കശ്മീരിലെ 24 അസംബ്ലി നിയോജക മണ്ഡലത്തിലെ ബാലറ്റ് പെട്ടിയുമായി ഉദ്യോഗസ്ഥന്മാർ, ഞാൻ കശ്മീരിൽ ജോലി ചെയ്തൊരു മുൻ സൈനികനായതുകൊണ്ട് എനിക്കറിയാം, പല പ്രദേശത്തു നിന്നും ഇവര് ചിലപ്പം നേരം വെളുക്കുമ്പോഴത്തേക്ക് എത്തുള്ളൂ, ചിലപ്പോൾ പോരാൻ പറ്റത്തില്ല, കാരണം ഈ ഇപ്പോഴത്തെ ക്രമസമാധാന തകർച്ച. അപ്പൊ ഞാൻ പറഞ്ഞത്, അവര് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള ഈ വോട്ടർ പെട്ടിയുമായി അവര് ഇപ്പോ ബേസ് സ്റ്റേഷനിലേക്ക് വരുന്ന ഒരു സമയത്താണ് നമ്മുടെ ഈ ചർച്ച നടക്കുന്നത്. ഞാൻ ചോദിക്കുന്നു, ജമ്മു കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് ഇന്ത്യയിൽ വേറെ ഏത് സംസ്ഥാനത്താണ് പെരുമാറ്റച്ചട്ടോ എവിടെയെങ്കിലും പ്രശ്നം? എവിടെയുണ്ടോ? ഇല്ലല്ലോ. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരിക്കൽ ഒരു തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ പറഞ്ഞ ഇന്ത്യയിലെ കാലാവസ്ഥ പോലെയാണ്. അസാമിൽ മഴ പെയ്യുമ്പോൾ കേരളത്തിൽ കൊടിയ ചൂടാണ്, കേരളത്തിൽ കൊടിയ കേരളത്തിൽ കൊടിയ മഴയായിരിക്കുമ്പോൾ രാജസ്ഥാനിൽ മനുഷ്യൻ ചൂടുകൊണ്ട് ചുട്ടുപൊള്ളുകയാണ്. അങ്ങനെ വൈവിധ്യമാർന്ന കാലാവസ്ഥ പോലെ തന്നെയാണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ. അത് ഓരോ ഘട്ടത്തിലും ഓരോ സംസ്ഥാനത്തും നടക്കുന്നു. അതിന് അനിവാര്യമായ ചെലവുകൾ ആ പ്രക്രിയ ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചെലവിന്റെ കാര്യവും അല്ലെങ്കിൽ പല ഘട്ടത്തിൽ പെരുമാറ്റച്ചട്ടങ്ങൾ വേണം എന്നൊക്കെ പറയുന്നത് ഇത് മറ്റു ചില ഉദ്ദേശമാണ്. ഞാൻ ശ്രീ ജയരാജ് സാർ പറഞ്ഞ മാനദണ്ഡമാക്കണ്ട
മാനദണ്ഡമാക്കണം. ഇനി രണ്ട് അടുത്ത ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിക്കാം. 52-ലെ തെരഞ്ഞെടുപ്പും 57-ലെ തെരഞ്ഞെടുപ്പും 62-ലെയും 67-ലെയും തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും വിധാനസഭാ തെരഞ്ഞെടുപ്പുകളും ഒന്നിച്ച് നടന്നതാണ്. ഇതെവിടെയാണ് ആദ്യം താളം തെറ്റിയത്? കേരളത്തിലാണ്. കേരളത്തിൽ ആദ്യത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുന്ന 57-ൽ ദേശീയ തെരഞ്ഞെടുപ്പിനോടൊപ്പമാണ് നടന്നത്. 59 ആയപ്പോഴേക്കും ആ ഗവൺമെന്റ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 356 ഇൻവോക്ക് ചെയ്ത് അതിനെ പുറത്താക്കി. പിന്നീട് ഇവിടെ രാഷ്ട്രപതി ഭരണമാണ്. രാഷ്ട്രപതി ഭരണം വന്ന 60-ൽ ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. 60-ലെ തെരഞ്ഞെടുപ്പിൽ ആ ഗവൺമെന്റ് കാലാവധി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് 15 ആളുകൾ ശങ്കർ മന്ത്രിസഭയ്ക്ക് പിന്തുണ പിൻവലിച്ച് കേരള കോൺഗ്രസ് ആയിപ്പോയി. പിന്നെ നടന്ന തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടാതെ കേരളത്തിൽ ഭൂരിപക്ഷം ഇല്ലാത്ത രാഷ്ട്രപതി ഭരണമാണ്. ഞാൻ ചോദിച്ചത്, ഇവിടെ ശ്രീപത്മനാഭൻ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പൊ ഹങ് അസംബ്ലി ഇല്ല. സാർ അത് നാളെ വരാമെന്നേ. എങ്ങനെ വരാതിരിക്കാൻ പറ്റും? ഒരു ജനാധിപത്യ പ്രക്രിയയിൽ 59-ൽ സംഭവിച്ച പോലെ ചിലപ്പോൾ ഇനിയിപ്പോ വിമോചന സമരം ഒന്നും ഉണ്ടായിരുന്നു വരില്ല. പക്ഷെ മറ്റു പല കാരണങ്ങളാൽ നിയമസഭ പിരിച്ചുവിടുകയോ രാജിവെക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതിന്റെ പ്രായോഗികത എവിടെ പോകും? ഇനി അടുത്ത ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഫേസ് അവസാനിപ്പിക്കാം. നമുക്ക് 24-ൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, 25-ൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, 26-ൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇപ്പൊ കഴിഞ്ഞു. അടുത്ത ഡിസംബർ 12-നാണ് കേരളത്തിലെ ത്രിതല പഞ്ചായത്തുകൾ അധികാരത്തിൽ വരേണ്ടത്. കാരണം നവംബറിലും സാധാരണഗതിയിൽ ഒക്ടോബർ 2-നും അല്ലെങ്കിൽ നവംബർ 1-നുമാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം കോവിഡ് കാരണം ത്രിതല പഞ്ചായത്തുകൾ ചാർജ് ഏറ്റെടുക്കുന്നത് ഡിസംബർ 12 വരെ. അപ്പോൾ 5 കൊല്ലക്കാലം ഭരണഘടനാ പ്രകാരം അവർക്ക് ഭരിക്കാൻ ഡിസംബർ 12-ഓ 12-നുള്ളിലോ അടുത്ത ത്രിതല പഞ്ചായത്തുകൾ അധികാരത്തിൽ വരും. അപ്പൊ എന്റെ ഒന്നാമത്തെ ചോദ്യം, 2025-ൽ അധികാരത്തിൽ വരുന്ന ത്രിതല പഞ്ചായത്തുകൾക്ക് 2029-ലാണല്ലോ നമ്മൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, 4 വർഷത്തെ കാലാവധിയാണ്. ഇനി കേരള നിയമസഭയെ സംബന്ധിച്ച് 26-ലാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 29-ൽ ഒരു നേഷൻ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് വരുമ്പോൾ നമ്മുടെ അസംബ്ലിയുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷക്കാലമായിട്ട് ചുരുങ്ങുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ കാലഘട്ടത്തിൽ ഇപ്പൊ BJPക്ക് 3-2 ഭൂരിപക്ഷം, ഇവിടെ ജയരാജ് സാർ പറഞ്ഞതുപോലെ 303 അംഗങ്ങളും അല്ലെങ്കിൽ 3-2 ഭൂരിപക്ഷം ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു കാര്യം വന്നില്ല. ഇപ്പൊ 240+ ചില ഘടകകക്ഷികളുടെ പിന്തുണയോടുകൂടി നിൽക്കുമ്പോൾ ഈ 18 ഭരണഘടനാ ഭേദഗതി ഇല്ലെങ്കിലും 5 ഭേദഗതി വളരെ കൃത്യമായിട്ടും ഉണ്ടാകണം. അത് അങ്ങ് മുമ്പ് സൂചിപ്പിച്ചു, 85, 172, അതുപോലെ തന്നെ 354, അങ്ങനെ പ്രധാനപ്പെട്ട ഏതാണ്ട് 5ഓളം ഭരണഘടനാ ഭേദഗതികൾ വളരെ അനിവാര്യമാണ്. ആ ഭരണഘടനാ ഭേദഗതികൾക്കുള്ള ഭൂരിപക്ഷം ഇപ്പോൾ BJPയുടെ ഗവൺമെന്റിന് ഇല്ല എന്നുള്ളത് കൊണ്ട് ഇത് പ്രായോഗികമായി നടക്കില്ല. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം, ഈ ഫേസ് അവസാനിപ്പിക്കാം. 89 മുതൽ 2000 വരെ VP സിംഗിന് ശേഷം ചന്ദ്രശേഖർ, നരസിംഹറാവു, HD ദേവഗൌഡ, IK ഗുജറാള്, വാജ്പേയി ആദ്യം 13 ദിവസം, പിന്നീട് വാജ്പേയി 13 മാസം. 7 പ്രധാനമന്ത്രിമാരാണ് 10 കൊല്ലം കൊണ്ട് നമ്മുടെ രാജ്യം ഭരിച്ചത്. ഞാൻ പറഞ്ഞത്, നാളെയും ഇതൊക്കെ സംഭവിക്കാവുന്നേ. ജനാധിപത്യത്തിൽ നാളെയും ഇപ്പൊ BJPക്ക് കേവല ഭൂരിപക്ഷം ഇല്ല. നാളെ ഇനിയിപ്പോ ഞങ്ങൾ വരും, അല്ലെങ്കിൽ വേറൊരു പാർട്ടി വരും. ഈ കേവല ഭൂരിപക്ഷമൊക്കെ മാറി ഈ രീതിയിലുള്ള പാർലമെന്റിന്റെ പ്രക്രിയകളൊക്കെ വരാം. അപ്പൊ 5 കൊല്ലത്തിന് ശേഷം നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രായോഗികമായി ഒട്ടും സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ വിനയപുരസരം കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായം പറയുന്നു, തെരഞ്ഞെടുപ്പിലെ ചെലവ് എന്ന് പറയുന്നത് അത് ജനാധിപത്യത്തിന്റെ അനിവാര്യമായ ഒന്നാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഉത്കണ്ഠപ്പെടേണ്ടതില്ല. പിന്നെ പല സമയത്ത് പല തെരഞ്ഞെടുപ്പ്, ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിന്റെ സൗന്ദര്യത്തിലൂടെയാണ് ഇന്ത്യയുടെ ജനാധിപത്യം ശക്തിപ്പെടുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് രാജ്യത്തിന്റെ വികസനം തടസ്സപ്പെടുന്നു എന്നുള്ള വാദഗതികളൊക്കെ അത് മറ്റു ചില കാര്യങ്ങൾ, അതായത് ഹിന്ദി, ഹിന്ദു, ഹിന്ദുസ്ഥാൻ എന്നൊക്കെ പറയുന്ന പോലെ ഏക് നേഷൻ ഏക് ഭാഷ, ഏക് നേഷൻ ഏക് കാസ്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ചില കാര്യങ്ങളിലേക്ക് പോകുന്നതിന്റെ ഒരു തുടക്കമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഏതായാലും ഇപ്പൊ ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് ആലോചിക്കേണ്ട. 29-ൽ 3-2 ഭൂരിപക്ഷത്തിൽ BJPക്ക് വരാൻ കഴിഞ്ഞെങ്കിൽ, ഏതായാലും നിങ്ങൾക്ക് വരാൻ പറ്റില്ല എന്നറിയാമല്ലോ. അപ്പോൾ അന്ന് നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഏതായാലും ഇപ്പോ ഒരു ഡിബേറ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഭാഗം ഇതാണ്, ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ പ്രാഥമികമായിട്ടുള്ള ഞങ്ങളുടെ വിമർശനം എന്ന് നമ്പ്യാരെ ആമുഖമായി സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അപ്പോൾ വക്കീലെ, ഇതുവഴി BJPക്ക് ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ BJPക്ക് ശാശ്വതമായിട്ട് ഇനിയിപ്പോൾ അധികാരത്തിൽ തുടരാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത്. അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ കോൺഗ്രസ്?
അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ചില ഘട്ടങ്ങളിൽ ഇപ്പോ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിന് ഇപ്പൊ നമുക്കറിയാമല്ലോ, ഇപ്പോ ഞാൻ ഒരു സംഘടനയുടെ പേര് ഞാൻ ഇവിടെ കുറിച്ചു വെച്ചതായിരുന്നു, ഞാനത് പറഞ്ഞു. IDFC എന്ന് പറയുന്ന ഒരു സംഘടന നടത്തിയ ഒരു സർവേയിൽ പറഞ്ഞത്, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും ഒന്നിച്ച് നടന്നു കഴിഞ്ഞാൽ 71% ആളുകളും യൂഷ്വലി ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒരു പാറ്റേണിൽ തന്നെ വോട്ട് ചെയ്യുന്നതാണ്. പക്ഷെ വ്യത്യസ്തമായ സാഹചര്യത്തിലാണെങ്കിൽ അത് വീണ്ടും 10%, 15% കുറവ് ആ പാറ്റേണിൽ വ്യത്യാസം വരും എന്നുള്ളതാണ്. ഇപ്പൊ BJP അധികാരത്തിലിരിക്കുന്നു. അപ്പൊ BJPക്ക് ഈ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിലൊക്കെ ചില മേൽക്കൈയും ചില മേധാവിത്വവും ഒക്കെ ഉണ്ടാക്കാം. നമുക്കറിയാമല്ലോ, അരുൺ ഗോയൽ എന്ന് പറയുന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ തലേദിവസം രാജിവെച്ചു. നേരം വെളുത്തപ്പോഴേക്കും അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി. അപ്പൊ സുപ്രീം കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇത്ര ഒരു അർജൻസി, അതായത് തലേദിവസം രാത്രി രാജിവെച്ച ഒരു IAS ഉദ്യോഗസ്ഥനെ നേരം വെളുത്തപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കേണ്ട എന്താ അർജൻസിയാണ് ഈ രാജ്യത്തുണ്ടായത് എന്ന്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കയ്യിലുണ്ട്, എന്താ പറയുക, പോലീസും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ നടന്നാൽ താൽക്കാലികമായിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചില നേട്ടം ഉണ്ടാക്കാം എന്ന് ഒരുപക്ഷെ BJPയുടെ നേതൃത്വമോ ഒക്കെ കരുതുന്നുണ്ടാകാം. പക്ഷേ ഫലം അങ്ങനെയല്ല എന്നുള്ളതാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ 303-ൽ നിന്ന് 240-ലേക്ക് എത്തിയത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു.